നമസ്കാരം. ദില്ലി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ 2011 അണ്ണാ ഹസാരെ നയിച്ച അഴിമതി വിരുദ്ധ മുന്നേറ്റത്തിന്റെ മുൻനിര പ്രവർത്തകരിൽ ഒരാളായിരുന്നു എന്ന് നമുക്കറിയാം. പിന്നീട് ഹസാരെയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അദ്ദേഹം പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോവുകയായിരുന്നു. അതിനുശേഷമാണ് ആം ആദ്മി പാർട്ടി രൂപം കൊള്ളുന്നത്. ഇപ്പോഴിതാ അണ്ണാ ഹസാരെയുടെ വാക്കുകൾ ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധ നേടുന്നുണ്ട്. അഴിമതി കേസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നേരിടുന്ന നേതാക്കൾക്ക് വോട്ട് ചെയ്യരുത് എന്നും ക്ലീൻ ഇമേജ് ഉള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനുമാണ് വോട്ടർമാരോട് അണ്ണാ ഹസാരെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ദില്ലി മദ്യ കുംഭകോണ കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പേര് ഉയർന്നു വന്നതിൽ തനിക്ക് വിഷമമുണ്ട്. ഇത്തരക്കാരെ വീണ്ടും അധികാരത്തിൽ എത്തിക്കാൻ പാടില്ല എന്നുകൂടി ഹസാരെ പറയുന്നുണ്ട്. ഇതാദ്യമായല്ല അണ്ണാ ഹസാരെ അരവിന്ദ് കെജ്രിവാളിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. ഇനിയൊരു കെജ്രിവാൾ തന്റെ പ്രക്ഷോഭങ്ങളിലൂടെ ഉയർന്നു വരാൻ പോകുന്നില്ല എന്ന് പോലും അണ്ണാ ഹസാരെ മുൻപ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന് വലിയൊരു അടിത്തറ നൽകിയ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച അണ്ണാ ഹസാരെ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, അരവിന്ദ് കെജ്രിവാളിന് വോട്ട് ചെയ്യരുത്, ഇത്തരത്തിലുള്ള അഴിമതി കേസുകളെ അന്വേഷണം നേരിടുന്ന ആർക്കും വോട്ട് ചെയ്യരുത് എന്നുള്ള ഒരു പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പഴയ അഴിമതി കഥകൾ കൂടി പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഈസിന്റെ മലയാളം.